ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 10 ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 2. The 10th term of an arithmetic sequence is 46 and 11th term is 51. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 46ഉം 11ാം പദം 51ഉമാണ്. What is its first term? ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ്? അതായത് ഫസ്റ്റ് 5 terms of the sequence. ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഥവാ 10ാമത്തെ ടേമും നോക്കി 10ാമത്തെ ടേമും 11ാമത്തെ ടേമും തന്നിക്കണേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുകൂടെ അല്ലേ? 10th ടേം 46 ആണ്, 11th ടേം 51 ആണ്. അപ്പോൾ D = 11 അടുത്തടുത്ത പദങ്ങളല്ലേ, 10ഉം 11 അടുത്തടുത്ത പദങ്ങളല്ലേ. അപ്പോൾ 51 46 കുറച്ചാൽ നമുക്ക് D കിട്ടും. 1 6 പോകൂല, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും, ഇവിടെ 4 ആകും, ഇവിടെ 11 ആകും. 11 6 പോയാൽ 5. കോമൺ ഡിഫറൻസ് 5 കിട്ടി. ഇനി നോക്കി ഒന്നാമത്തെ ടേം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ ടേമിന്ന് 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് ഒന്നാമത്തെ ടേം കിട്ടൂലേ. അപ്പോൾ ആ ഇക്വേഷനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടേം കാണാൻ 10th ടേം എന്ന് സാധാരണ നമ്മൾ 10th ടേം = x1 + 9d എന്നാണ് പറയാറ് അല്ലേ? ഇങ്ങനെയല്ലേ പറയാ? 10th ടേം x10 = എങ്ങനെയാ? x1 + 9d ആണ്. അപ്പോൾ ഇതിൽ x1 കാണണം. അപ്പോൾ ഈ +9d പുറത്ത് കൊടുത്താലും മതി. അപ്പോൾ നോക്കിയാ x10 - 9d എന്നാവും. കണ്ടോ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ടേം കാണാൻ 10ാമത്തെ ടേമിന്ന് 9 പ്രാവശ്യം പൊതുവ്യത്യാസം എന്ത് ചെയ്യണം? കുറക്കണം. 10ാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട് 46 ആണ്, പൊതുവ്യത്യാസം 5 ആണ്. അപ്പോൾ എങ്ങനെ വരും? 46 - 9 × 5. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം മക്കളെ, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 46 - 9 × 5 45. 46 45 പോയാൽ 1. അപ്പോൾ ഒന്നാം പദം കിട്ടി എത്രയാ? 1. ഇനി ആദ്യത്തെ 5 ടേം എഴുതാനുള്ള പറഞ്ഞത്. അപ്പോൾ ഒന്നാം പദം 1, പൊതുവ്യത്യാസം 5 ആണ്. 1ലേക്ക് 5 കൂട്ടിയാൽ 6, 6ലേക്ക് 5 കൂട്ടിയാൽ 11, 11ലേക്ക് 5 കൂട്ടിയാൽ 16, 16ലേക്ക് 5 കൂട്ടിയാൽ 21. 5 എണ്ണായില്ലേ? 1 2 3 4 5 5 എണ്ണായില്ലേ? 1 6 11 16 21. 1 6 11 16 21. ഓക്കെ.